ഹലോ, എന്നാ പരിപാടി? പൂരത്തിനില്ലേ പൂവിടല്. അപ്പോൾ ഇന്ന് മുതൽ നല്ല വെയിൽ സൈഡ് അടിച്ചോ. അപ്പോൾ ഇന്ന് മുതൽ പൂവിടാൻ തുടങ്ങി. പൂരത്തിൻ്റെ 10 ദിവസം പൂവിടണം, 9 ദിവസം പൂവിടണം. 10ാമത്തെ ദിവസം കാമനിലാക്കി കൊണ്ടുപോലാണ്. അപ്പോൾ ഇന്ന് കിണറിൻ്റെ അടുത്ത് ഇടല് ആദ്യത്തെ 3 ദിവസം. അപ്പോൾ ഇതാ മീതൂട്ടി പൂവിടാൻ വേണ്ടി പോവേ. അമ്മാമ്മ എല്ലാം പറഞ്ഞു കൊടുക്കുവേ. അമ്മാമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. കൂക്കണ്ടേ? സീനാട്ടിന് കൂക്കല് മാത്രമേ ഓർമ്മയില്ലൂ എന്നല്ലേ. അമ്മമ്മ ഇതിട്ടില്ലേ എന്നിട്ട് 3 വട്ടം വരണമല്ല അതിലെ പൂ ഇട്ടുതരാം. കാല് പൊള്ളിയിട്ട് ഇന്റർലോക്കില് ചൂടായിട്ട് നല്ല കാല് പൊള്ളിണ്ട്. അതാണ് ഓള് അനങ്ങി കളിച്ചോണ്ട് നിക്കുന്നത്. ഭയങ്കര ചൂടല്ലേ? അപ്പൊ നല്ല പൊള്ളലല്ലേ കാല്? അതിന് മുട്ടല്ല വിളക്കിന്. അടിയിട്. ഇട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൂടൽ, പൂരത്തിന് വേണ്ടിയില്ല പൂടൽ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം. ഇനി പൂവിന് വെള്ളം കൊടുക്കണം പോലും ഏതുട്ടി. പൂവിന് 3 വട്ടം വെള്ളം കൊട്ടിട്ട് 3 വട്ടം ഇങ്ങനെ മുക്കി കൊടുക്ക്. എന്നിട്ട് തൊട്ട് തലയിൽ വെച്ചിട്ട് 3 വട്ടം തൊട്ട് തലയിൽ വെച്ചിട്ട് പൂക്കും. മതി, 3 വട്ടമായില്ല. വെള്ളം 3 വട്ടമായി. 3 വട്ടമായി. ഇനി തൊട്ട് തലയിൽ വെക്ക്. കൂക്കലാവില്ല, കൂക്കാനാന്ന് ഭയങ്കര താല്പര്യം കേട്ടാ. 3 തായിലേക്കാണ്. ആ മതി. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇവിടെ കുറേ പേരുണ്ട് കേട്ടാ. എല്ലാവരും ഉണ്ടേ നമ്മുടെ. ഇനി ഒന്നിച്ചതാ 3 വട്ടം. ശ്രീകുട്ടനുണ്ട്. ആയില്ല. എല്ലാരും കൂടി കൂക്കണ്ടേ? അപ്പം 3 വട്ടം കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളെ ഇവിടെ ഇല്ലേ ഐതിഹ്യം അല്ലേ? നമ്മളെ ചടങ്ങ് ഇതാണ്. അമ്മാമ്മ പറഞ്ഞു കൊടുത്ത. എന്നാ മാമേ അടക്കടാ. അമ്മാമ്മ പറഞ്ഞു കൊടുത്തി. അല്ല, ഇത് അമ്മ പണ്ടേ ചെയ്തു വരുന്നതാണല്ലേ. ഇതാണ് നമ്മളെ ഈ ഏരിയയിലെ ചടങ്ങ്. ഇത് ആദ്യത്തെ ദിവസം തുടങ്ങി വെച്ചുന്നില്ലേ. ഇനിയാണ് ഓരോരോ ദിവസവും കാമനിയാക്കല്. കുറച്ച് കഴിഞ്ഞാല് കാമനിയാക്കല്, കാമന് ഭക്ഷണം വെക്കല്, അങ്ങനെ കുറെ ചടങ്ങുകളുണ്ട്. 9 കാമം വരെയാക്കും. എത്ര ദിവസമാണ് ഇത്? 9 ദിവസം വരെ അല്ലേ? അപ്പൊ ഓരോ ദിവസവും ഓരോ കാമനയാക്കല അല്ല, ലാസ്റ്റ് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മാമ്മയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് എനക്കൊന്നും ഇപ്പൊ അമ്മക്കൊന്നും അറിയില്ലായിരിക്കും അത്ര ഇത് ചെയ്യലുണ്ട്. ആടുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇടൂല. കിണറിന്റെ അടുത്ത ഇന്ന് ഇടുക. അപ്പൊ ഇപ്പൊ എല്ലാവരുടെയും കുഴൽ കിണറും ഇതല്ലേ. അപ്പൊ പിന്നെ നമുക്ക് കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിന്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടാ. അതെ, മുറ്റത്ത് തന്നെ നമ്മളെ കിണറാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഇവരെല്ലാം വന്നിട്ടുണ്ട്. മണിക്കൂട്ടാ, പെൺകുട്ടിയാണ് കേട്ടാ പൂരം ഇടല് അല്ലേ? പിന്നെ നീ ഇടുന്നില്ലേ? നിന്റെ വീട്ടിലുണ്ടാ? ഇടലുണ്ടല്ലേ? ആദർശിന്റെ വീട്ടിൽ ഇടലുണ്ടല്ലേ? ഇട്ടുവാ? ഇട്ടില്ല അല്ലേ? വൈകുന്നേരം ആകുമ്പോ. പിന്നെ ശ്രീകുട്ടന്റെ വീട്ടില് ശ്രീകുട്ടനാന്ന് എല്ലും ഇടയില്ല അല്ലേ? പെൺപിള്ളേരില്ല വീട്ടിലെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇടുക. പെൺകുട്ടികളെ അല്ലേ, പൊതുവെ പെൺകുട്ടികളാണ് ഇടല്. നമ്മളെ ഏരിയയിൽ എങ്ങനെയായിരിക്കും? പല ഏരിയയിലും പല ഇത് കണ്ണൂര് മാത്രമേ ഇല്ല ഇത്. മൊത്തത്തിലില്ല. പൂരം കണ്ണൂര് മാത്രാണ്. മാടായിക്കാവില് കാണുന്നില്ലേ പൂരംകുളി, ഇതെല്ലാം പൂരാഘോഷം കണ്ണൂരില്ല. ബാക്കിയില്ല പൂരം എന്ന് പറയുമ്പോ എല്ലാരും പിന്നെ തൃശ്ശൂർ പൂരാണ്. ഈ പൂരം കണ്ണൂരിന്റെ മാത്രം പൂരം. അപ്പൊ മേതോട്ടി അത് വന്നിട്ട് ഊതണ്ട. അതവിടെ കത്തിക്കോട്ട് വിളക്ക. അതെ, അവള് കൊണ്ടക്കണം. അമ്മ ആയോ? അമ്മ അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. പക്ഷെ കുഞ്ഞാവുക എന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മേതൂട്ടിക്ക് ഓർമ്മയില്ല. അത് മേതൂട്ടി അതിലൊന്നും പിടിച്ച് കയറല. വാ
ഇനി എല്ലാ ദിവസവും ഇടണേ. പൂരക്കുഞ്ഞി ഇടണം കേട്ടാ. എന്തേ നീയാന്ന് ഇടണ്ട് ഈ വീട്ടില്. ഇന്നല്ല 10 ദിവസം മേതോട്ടി വ്രതായിരിക്കണം. 9 ദിവസം അടുപ്പിച്ചിടണം മേതോട്ടിക്ക്. അല്ല 10 ദിവസം വ്രതായിരിക്കണം. മീൻ, മുട്ട, ഇങ്ങനെയുള്ള കഴിച്ചൂടാ. ചിക്കൻ ഒന്നും കഴിച്ചൂടാ. നമ്മക്കെല്ലാം കഴിക്കാട്ടാ. പൂരക്കുഞ്ഞൊക്കെ കഴിക്കാൻ പാടില്ല. അതിന് പൂരക്കുഞ്ഞിയാന്ന് നീ. ഈ വീട്ടിലെ പൂരക്കുഞ്ഞിയാരാണ് മേതോട്ടിയാന്ന്. ഒന്നും കഴിക്കാൻ പാടില്ല. വിട്ടുപോയ ദുത്താ നോക്കിയ വിട്ട് കണിഞ്ഞു എന്നാണ്. പച്ചപ്പുല്ല് എന്നാ പച്ചപ്പുല്ല് പണിക്കാന്ന് അത് പറഞ്ഞോണ്ട് നമ്മ മീനും മുട്ടയൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ കണ്ണൂരിലെ പൂരവിശേഷം. അപ്പോൾ പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലേന്റെ പല ഭാഗങ്ങളിൽ പല രീതികളായിരിക്കും. ഓരോരാൾ ഓരോ നമ്മള് പണ്ടേ കണ്ട് വളർന്നു വന്ന ആ ഒരു രീതി നമുക്ക് ഇതെല്ലാം അമ്മാമ്മമാരെ ഫോളോ ചെയ്ത് വരുന്നതാണ്. അതെ, ചിലപ്പോ അല്ല അമ്മമ്മമാരെത്തുമ്പോ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്. അത് തലമുറ കഴിഞ്ഞ് കൊറേ മറന്നു പോയിട്ട് ഇല്ലത് വെച്ച് നമ്മളെ ഇപ്പൊ അമ്മേന്റെ ഈ രീതിയായി. ഇനിയിപ്പോ ഇത് നമ്മ മുന്നോട്ട് പോകുമ്പോ ഒന്നും ഉണ്ടാവില്ല, അത് കൂക്കലേ ഉണ്ടാവില്ല. അതെ, എന്റെ ചിലപ്പോ കുറച്ചും കൂടെ കഴിഞ്ഞ് ഇടലേ ഉണ്ടാവില്ല. ഇപ്പൊ അറിയുന്നവരുടെ വരെയല്ലേ നമ്മൾ ഇടുന്നില്ല. പക്ഷെ നമ്മുടെ ഇപ്പം കുറഞ്ഞു വന്നു അല്ലേ, അധികം കാണില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നവരും ഉണ്ടാവും ഇതിനെക്കാട്ടി നല്ല രീതിയിൽ. അതെ, കഴിഞ്ഞ വർഷം പിന്നെ നമ്മള് കഴിഞ്ഞ വർഷം ഇട്ടിനു അല്ലേ. ചില വർഷം എന്തെങ്കിലും കാരണത്തിൽ മുടങ്ങിയ പോലെല്ലാം ഉണ്ട്. അതെ, അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി ബ്ലോഗാണ്. ചെറിയൊരു പൂരത്തിനെ കുറിച്ച് പൂരം തുടങ്ങിയില്ല ഇതാണ്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമ്മള് ഓരോ ദിവസം നമുക്ക് കാണാം. അപ്പം ശരി, ബൈ ബൈ.